അപ്പൂപ്പനും കൊച്ചുമോനും കഴുതയും. ഒരിടത്ത് ഒരു അപ്പൂപ്പനും കൊച്ചുമോനുമുണ്ടായിരുന്നു. അവർക്കൊരു കഴുതയുമുണ്ടായിരുന്നു. ഒരു ദിവസം അവർ ചന്തയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൂപ്പനും കൊച്ചുമോനും കഴുതയെയും നടത്തിക്കൊണ്ട് യാത്രയായി. കഴുത സന്തോഷത്തോടെ അവരുടെ കൂടെ നടന്നു. അവർ കുറച്ചു ദൂരം നടന്നപ്പോൾ ചില ആളുകൾ അവരെ കണ്ടു. നോക്കൂ, കഴുത വെറുതെ നടക്കുന്നു, ആരും അതിന്റെ പുറത്ത് കയറുന്നില്ല, എന്ത് വിഡ്ഢികളാണ്, അവർ പറഞ്ഞു. ഇത് കേട്ട് അപ്പൂപ്പൻ കൊച്ചുമോനെ കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്തി. കൊച്ചുമോൻ സന്തോഷത്തോടെ കഴുതപ്പുറത്തിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ അവർ മറ്റൊരു കൂട്ടം ആളുകളെ കണ്ടു. നാണമില്ലാത്ത കുട്ടി, ആ പ്രായമായ മനുഷ്യൻ നടക്കുമ്പോൾ അവൻ കഴുതപ്പുറത്ത് സുഖമായിരിക്കുന്നു, അവർ പറഞ്ഞു. ഇത് കേട്ട് കൊച്ചുമോന് സങ്കടമായി. അവൻ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി. അപ്പൂപ്പൻ കഴുതപ്പുറത്ത് കയറി. കൊച്ചുമോൻ കഴുതയെ നടത്തിക്കൊണ്ടു നടന്നു. അപ്പോൾ വേറെ ചിലർ അതുവഴി വന്നു. എന്തൊരു കഷ്ടം, ആ പാവം കുട്ടി നടക്കുന്നു, ഈ വയസ്സൻ കഴുതപ്പുറത്തിരിക്കുന്നു, അവർ സഹതപിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അപ്പൂപ്പൻ കൊച്ചുമോനെയും തന്റെ മുന്നിൽ കഴുതപ്പുറത്ത് കയറ്റി. ഇപ്പോൾ രണ്ടുപേരും കഴുതപ്പുറത്താണ്. ചന്തയോടടുത്തപ്പോൾ ആളുകൾ അവരെ തുറിച്ചുനോക്കി. പാവം കഴുത, ഈ രണ്ടുപേരുടെയും ഭാരം അതിന് താങ്ങാൻ കഴിയുന്നില്ല, എന്തു ക്രൂരന്മാരാണ്, അവർ വിളിച്ചു പറഞ്ഞു. അവസാനം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അപ്പൂപ്പനും കൊച്ചുമോനും കഴുതയെ ചുമക്കാൻ തീരുമാനിച്ചു. അവർ അതിന്റെ കാലുകൾ ഒരു കമ്പിൽ കെട്ടി ചുമലിലേറ്റി. പാലം കടക്കുമ്പോൾ കഴുത പേടിച്ച് പുഴയിലേക്ക് വീണു. ആരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി.